Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസ് നാളെ നടക്കാൻ പോവാണ്. നാളെ നടക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തു. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. തേർഡിലത്തെയും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഫോർത്തിലെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ വലിയൊരു സബ്ജക്റ്റാണ്. 2 വെയിറ്റേജിൽ നമുക്ക് ആ കൂടിയിട്ട് 7 ചോദ്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തരാനുള്ള ഓപ്ഷൻസ് നമ്മൾ ഇതുവരെയുള്ളതിൻ്റെ ബേസിൽ നൽകുകയാണ്. സോ നമ്മൾ മിക്ക പേപ്പറിലും ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ള 1-2 ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. ആദ്യം തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചാപ്റ്ററിൽ നിന്ന് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നിർബന്ധമായും നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ആ ചാപ്റ്ററിൽ നമുക്ക് പലതരത്തിലുള്ള ഇപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ് എന്നുള്ളതുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഡെറ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, അതുപോലെ തന്നെ CAPM മോഡലിനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെറ്റ്, പ്രിഫറൻസ്, ഇക്വിറ്റി ഒക്കെ നോക്കിക്കോളൂ കേട്ടോ. പ്രിഫറൻസ് ഇക്വിറ്റി. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളത് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് നിർബന്ധം. പിന്നെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിർബന്ധമായും പഠിച്ചിരിക്കണം 2 വെയിറ്റേജിൻ്റെ. ഓക്കെ, എസ്പെഷ്യലി ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ലിവറേജ്. എന്താണ്? അതിൽ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ടൈപ്സിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻസിങ് ലിവറേജ്, ഫിനാൻഷ്യൽ, അതുപോലെ തന്നെ കമ്പൈൻഡ് ലിവറേജ്. ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, റിപ്പീറ്റ് ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണ് നോക്കുക. അതുപോലെ തന്നെ ടൈം വാല്യൂ ഓഫ് മണി എന്താണ്, എന്താണ് 2 വെയിറ്റേജിൻ്റെ നിർബന്ധമായി നോക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് സോഴ്സസ് ഓഫ് ഫിനാൻസിൽ, ഇന്നോവേറ്റീവ് സോഴ്സസ് ഓഫ് ഫിനാൻസിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുള്ളൊരു ചോദ്യമാണ് സെക്യൂരിറ്റൈസേഷൻ എന്താണ്, നിർബന്ധമായി നോക്കണം. ഇതല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഫിനാൻഷ്യൽ എൻജിനീയറിംഗ് എന്താണ്, നിർബന്ധമായി നോക്കണം. ഈ 2 ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് നോക്കാനുള്ളത് അതിൽ ലീസിങ് എന്താണ്, അതുപോലെ തന്നെ ഫാക്ടറിങ് എന്താണ്. ഓക്കെ, സോ ഇതിലേതെങ്കിലും ഒരു ചോദ്യം നമ്മൾ 2 വെയിറ്റേജിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ക്യാപിറ്റലൈസേഷൻ ടോപ്പിക്. ക്യാപിറ്റലൈസേഷൻ എന്താണ്, അതിൽ അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്താണ്, അതല്ലെങ്കിൽ ഓവർ ക്യാപിറ്റലൈസേഷൻ, അണ്ടറോ അതല്ലെങ്കിൽ ഓവർ ക്യാപിറ്റലൈസേഷൻ, അതുപോലെ തന്നെ ഫെയർ ക്യാപിറ്റലൈസേഷൻ. ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, അതുപോലെ തന്നെ അതിൽ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഉണ്ട്, സോ ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിർബന്ധമായും പഠിച്ചിരിക്കണം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഡിവിഡൻഡിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് ഉണ്ട്. സോ ഡിവിഡൻഡിലെ ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഡിവിഡൻഡ്. അതിലേതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ ചില സമയത്ത് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്,
സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് ഉണ്ട്, ക്യാഷ് ഡിവിഡൻഡ് ഉണ്ട്, പ്രോപ്പർട്ടി ഡിവിഡൻഡ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് കാണാൻ സാധിക്കും. അപ്പോൾ ഡിവിഡൻഡ് ഡിഫറെൻറ്റ് ഫോംസിൽ ഏതെങ്കിലും ഒരെണ്ണം, സ്ക്രിപ്റ്റോ ക്യാഷോ പ്രോപ്പർട്ടിയോ അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ്. ദെൻ നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ചാപ്റ്ററിൽ ലോഗ് ബോക്സ് സിസ്റ്റം എന്താണ് പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളതാണ്, നിർബന്ധമായും പഠിക്കണം. അതുപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ക്യാഷ് മാനേജ്മെന്റ് എന്താണ്, ക്യാഷ് മാനേജ്മെന്റ് എന്താണ്, ഇൻവെന്ററി മാനേജ്മെന്റിന്റെ കൺസെപ്റ്റ് നോക്കണം, ഇൻവെന്ററി മാനേജ്മെന്റിന്റെ കൺസെപ്റ്റും നോക്കിയിരിക്കണം. അപ്പോൾ ഇതൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ ചാപ്റ്ററിൽ. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ചാപ്റ്ററിൽ നമുക്കിപ്പോൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ, അതിൻ്റെ കൺസെപ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് ഉണ്ടല്ലോ, പലതരത്തിലുള്ള കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, അതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. ഓക്കെ, സോ അത് നോക്കിയിരിക്കണം. ഓക്കെ, ദെൻ പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ദെൻ അതിൽ നമുക്കറിയാം ഒരുപാട് മെത്തേഡുകളുണ്ട്. NPV, ARR, റിപ്പീറ്റ് അല്ല, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി വെക്കുക കേട്ടോ. ARR റിപ്പീറ്റ് അല്ല, അത് നിങ്ങൾക്ക് അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടില്ല. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, ആർബിട്രേജ് പ്രോസസ് എന്താണ്, ആർബിട്രേജ് പ്രോസസ്സ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇൻഡിഫറൻസ് പോയിന്റ് എന്താണ്, ഇൻഡിഫറൻസ് പോയിന്റ് എന്താണ്. ഓക്കെ, നിർബന്ധമായും നോക്കി വയ്ക്കുക. ഇൻഡിഫറൻസ് പോയിന്റ് ഇതിനായിട്ട് മുമ്പത്തെ ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്താണ്. ഓക്കെ, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് 2 വെയിറ്റേജിൻ്റെ ഇതിനായിട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടുവന്നിട്ടുള്ള വലിയൊരു സബ്ജക്റ്റാണ്. ഒരുപാട് സജഷൻസ് നമുക്ക് നൽകാനുണ്ട്. എന്നാലും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ചോദ്യങ്ങളുടെ ബേസിലുള്ള കുറച്ച് സജഷൻസ് ആണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2 വെയിറ്റേജിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചാപ്റ്ററിൽ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ CAPM പ്രിഫറൻസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെറ്റ് പ്രിഫറൻസ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. ലിവറേജിൽ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണ്, ടൈം വാല്യൂ ഓഫ് മണി എന്താണ്, സെക്യൂരിറ്റൈസേഷൻ, ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ലീസിങ്, ഫാക്ടറിങ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ക്യാപിറ്റലൈസേഷൻ, അണ്ടർ ഓവർ ഫെയർ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം, ക്യാപിറ്റൽ സ്ട്രക്ചർ, അതിൽ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ കൺസെപ്റ്റ് നോക്കുക, ഫിനാൻഷ്യൽ സ്ട്രക്ചർ, പിന്നെ ഡിവിഡൻഡിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിൽ ഏതെങ്കിലും ഒരെണ്ണം, ലോഗ് ബോക്സ് സിസ്റ്റം എന്താണ്, ക്യാഷ് മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ അതിലെ കൺസെപ്റ്റ്, നെറ്റ് ഗ്രോസ്, അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. റിപ്പീറ്റ് അല്ല, വേണമെങ്കിൽ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ ആർബിട്രേജ് പ്രോസസ്, ഇൻഡിഫറൻസ് പോയിന്റ്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടുവന്നുള്ള. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് വരുന്നത്. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജ് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.